ചെറുകഥ മോഹപ്പക്ഷി. രചന അവതരണം ഷഹീൻ എസ്. മോഹപ്പക്ഷി. കന്യാകുമാരിയിലെ തിരമാലകൾക്ക് എന്തോ ഒരു പ്രത്യേകത പോലെയായിരുന്നു തനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിരുന്നത്. ആ മണൽത്തരികളിലൂടെ നടക്കുമ്പോൾ എവിടെയൊക്കെയോ പ്രണയത്തിൻ്റെ ലാസ്യഭാവങ്ങൾ പോൽ തോന്നിപ്പോകാറുണ്ട്. കന്യാകുമാരിയിലെ ഒരു കടങ്കഥ പോലൊന്നും അതിൽ മനസ്സിൽ നായാതെ നിൽപ്പുണ്ട്. കുട്ടിക്കാലത്ത് കന്യാകുമാരി പെൻസിൽ വാങ്ങി സ്ലേറ്റിൽ എഴുതുമ്പോൾ മുതൽ തുടങ്ങിയതാണ് കന്യാകുമാരിയോടൊരു പ്രണയം. വളർന്നു തുടങ്ങി യൗവനയുക്തയായപ്പോൾ മനസ്സിലറിയാതെ പ്രണയം മുട്ടിട്ട നാളുകളിൽ കൊതിച്ചിരുന്നു കന്യാകുമാരിയിൽ പോയി കൺകുളിർക്കെ ആ സാഗരമൊന്ന് കാണുകയെന്നത്. പിന്നെ വിവേകാനന്ദപ്പാറയിൽ പോയി ഏറെ നേരം ഇരിക്കണമെന്നും. ആ നാളുകളിലായിരുന്നു ഗിരിയേട്ടനുമായുള്ള തൻ്റെ വിവാഹം വീട്ടുകാർ ആലോചിച്ച് നടത്തിയത്. ഡിഗ്രി പഠനം പൂർത്തിയാക്കി PG പ്രവേശനത്തിന് തയ്യാറെടുക്കുന്ന സമയവും തുടർന്ന് പഠിക്കുന്നതിനേക്കാളേറെ താൻ ആഗ്രഹിച്ചിരുന്നത് ഗിരിയേട്ടനോടൊപ്പം കന്യാകുമാരിയിൽ പോകണമെന്നതായിരുന്നു. സ്കൂൾ മാഷായിരുന്ന ഗിരിയേട്ടന് അവധി ദിനങ്ങൾ ധാരാളം കിട്ടുമല്ലോ. അപ്പോൾ ഹണിമൂൺ യാത്ര കന്യാകുമാരി തന്നെ മതിയെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. കഴുത്തിൽ ഗിരിയേട്ടൻ താലി ചാർത്തുന്ന നേരവും മനസ്സിലൂടെ കടന്നുപോയത് കന്യാകുമാരിയിലെ കാഴ്ചകളായിരുന്നു. കൊട്ടും കുരവയും പൂക്കൾ ചാർത്തലുമെല്ലാം അവൾക്ക് തിരമാലകൾ പോലെയായിരുന്നു. സ്വപ്നങ്ങളുടെ ചിറകിലേറി ജീവിതമണിയറയിലേക്ക് അവർ പ്രവേശിച്ചു. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. തൻ്റെ സ്വപ്നങ്ങളുടെ രാജകുമാരനായിരുന്നില്ല ഗിരിയേട്ടൻ, സദാ ഗൗരവക്കാരൻ. ക്രമേണ താനും ഗൗരവക്കാരിയായ വീട്ടമ്മയായി മാറാൻ തീരുമാനിച്ചു. മുടിയിൽ മുല്ലപ്പൂവുമൊക്കെ ചൂടിത്തരുന്ന പതിയെന്ന സ്വപ്നം എരുതിയിലാളിക്കെത്തുന്ന എണ്ണ പോലെയായി തീർന്നു തൻ്റെ മാനസപ്പൂക്കളം. ജീവിതത്തിൻ്റെ മലക്കം മറിച്ചിൽ എപ്പോഴോ ഉൾത്തുടിപ്പായി അറിഞ്ഞു താനൊരു അമ്മയാകാൻ പോകുന്നുവെന്ന്. ഗൗരവക്കാരനായ മാഷിൻ്റെ ബാക്കി പത്രം പോലാകും തൻ്റെ ഉദരത്തിൽ ജന്മമെടുക്കുന്നതെന്ന് അവൾ ഓർത്തു പോകാറുണ്ട്. എന്നാൽ താനൊരമ്മയാകുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞ നിമിഷം ഗൗരവക്കാരനായിരുന്ന ഗിരിയേട്ടനിൽ എന്തോ ചില മാറ്റങ്ങൾ മാറിമറിയുന്നത് പോലെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗിരിയേട്ടൻ തന്നോട് പറയുമായിരുന്നു, ഇന്ദു, നീ നിൻ്റെ സംഗീത പഠനം തുടരൂ. ചിലപ്പോൾ പിറക്കാൻ പോകുന്ന